ഹായ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു ടെക്നിക്ക് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇനീക്വാളിറ്റി പ്രോബ്ലമാണ് ചെയ്യുന്നത്. അത് 1990 RMOന് ചോദിച്ചൊരു പ്രോബ്ലമാണ്. പക്ഷേ ഇത് ആക്ച്വലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇനീക്വാളിറ്റിയാണ്. അതിൻ്റെ പേര് നെസ്ബിറ്റ്സ് ഇനീക്വാളിറ്റിയാണ്. അപ്പോൾ 1990 ചോദിച്ചപ്പോൾ ഈ നെസ്ബിറ്റ്സ് ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചത്. ഇനിയുള്ള എക്സാംസിലൊക്കെ നിങ്ങൾക്ക് നെസ്ബിറ്റ്സ് ഇനീക്വാളിറ്റി എന്ത് ചെയ്യാം, ഡയറക്റ്റ് റിസൾട്ടായിട്ട് തന്നെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അത് നെസ്ബിറ്റ്സ് ഇനീക്വാളിറ്റി ആണെന്ന് എഴുതിയാൽ മതി. അപ്പോൾ നെസ്ബിറ്റ്സ് ഇനീക്വാളിറ്റി എങ്ങനെ പ്രൂവ് ചെയ്യണമെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഓക്കെ, ഒരുപാട് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ AM/GM ഇനീക്വാളിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AM/HM ഇനീക്വാളിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ റീഅറേഞ്ച്മെൻറ്റ് ഇനീക്വാളിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ ചേബിഷോഫ് ഇനീക്വാളിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സം ഓഫ് സ്ക്വയേഴ്സ് ഇനീക്വാളിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ T2's ലെമ്മ, ഓക്കെ, T2's ലെമ്മ വെച്ചിട്ടും ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഈ ക്വസ്റ്റ്യൻ തൽക്കാലം T2's ലെമ്മ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ T2's ലെമ്മ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ സപ്പോസ് രണ്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. A1, A2, A3. ഇത് റിയൽ നമ്പേഴ്സാണ്. അതുപോലെ തന്നെ B1, B2, B3 പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T2's ലെമ്മ പറയണത് വെച്ചാൽ A1² പ്ലസ് A2² പ്ലസ് A3² is greater than or equal to A1 plus A2 plus A3 the whole square divided by B1 plus B2 plus B3 ആണ്. ശ്രദ്ധിക്കണം, ഇത് ഞാൻ 3 നമ്പേഴ്സിനെ പറഞ്ഞത്, 3 നമ്പേഴ്സിനെ സെറ്റ് എടുത്തിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാർജർ N നമ്പേഴ്സിനൊക്കെ ഇത് പറയാം, ഒരു കുഴപ്പമില്ല. ഇത് യഥാർത്ഥത്തിൽ കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി എടുത്തിട്ട് A1/√B1, A2/√B2, A3/√B3 അതുപോലെ തന്നെ √B1, √B2, √B3 എന്ന് പറഞ്ഞാൽ ആ വെക്ടേഴ്സ് എടുക്കുക. ഇതിൽ നമ്മൾ കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്താലും ഈ സാധനം കിട്ടും. ഓക്കെ, അതിലേക്ക് നമ്മൾ പോകണില്ല. ബേസിക്കലി കോഷി-ഷ്വാർട്സ് ഇനീക്വാലിറ്റീൻ്റെ തന്നെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു സംഭവം തന്നെയാണെന്ന് മനസ്സിലാക്കുക. T2's ലെമ്മ എന്ന് നമ്മൾ പറയുന്ന ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ആ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാം. ഇത് B+C, C+A, A+B ഒക്കെ കാണുന്നുണ്ട്, ABC ഒക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ള നമ്പേഴ്സ് നമുക്ക് എന്താ വെച്ചാൽ 1, 1, 1 എന്ന് പറയുന്ന നമ്പേഴ്സും, അതുപോലെ B+C, C+A, A+B എന്ന് പറയുന്ന നമ്പേഴ്സ് കൊടുക്കാം. ഇതിൽ ഈ പറഞ്ഞ പോലെ T2's ലെമ്മ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടാൻ പോകണമെന്ന് വെച്ചാൽ 1/B+C പ്ലസ് 1/C+A പ്ലസ് 1/A+B will be greater than or equal to 1 plus 1 plus 1 the whole square, അതായത് 9 divided by B1 plus B2 plus B3, അതായത് അപ്പോൾ അവിടെ വരാൻ പോണ 2 times A+B+C എന്ന് വരും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ A+B+C ഒരു പോസിറ്റീവ് നമ്പറാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് വരാൻ പോണത് നോക്കിക്കേ, A+B+C ഡിവൈഡഡ് ബൈ B+C പ്ലസ് അതുപോലെ A+B+C ബൈ C+A പ്ലസ് A+B+C ഡിവൈഡഡ് ബൈ A+B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? ഇതിനെ 1 പ്ലസ് A/B+C എന്ന് എഴുതാം. ഇവിടെ 1 പ്ലസ് B/C+A എന്ന് എഴുതാം. 1 പ്ലസ് പിന്നെ C/A+B എന്ന് എഴുതാം. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9/2. ആ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ A/B+C പ്ലസ് B/C+A പ്ലസ് C/A+B ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9/2 മൈനസ് 3. അപ്പോൾ 4.5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 1.5, 3/2. ഇതേ ഉള്ളൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശരിക്കും ഉപയോഗിച്ചത് കോഷി-ഷ്വാർട്സ് ഇനീക്വാളിറ്റിയാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫോമാണ് T2's ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെസ്ബിറ്റ്സ് ഇനീക്വാളിറ്റി എന്നാണ് പറയുക. അപ്പോൾ വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.